അപ്പം ഇതാണ് നമ്മളൊരു റിപ്പോർട്ട് വ്യൂവിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം റിപ്പോർട്ട് വ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ഒരു പേജ് ആയിരിക്കില്ല ഉണ്ടാവുക, മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. ഇപ്പം ഒരു പേജിലുള്ള റിപ്പോർട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇതുപോലൊരു റിപ്പോർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ സെയിം വിഷ്വൽസ് തന്നെ, ഈ വിഷ്വലൈസേഷൻ ടൂൾസ് തന്നെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഇൻസേർട്ട് മെനു ഉണ്ട്. ഇൻസേർട്ട് മെനുവിൽ പേജസ് ആഡ് ചെയ്യാം, വിഷ്വൽസ്, ബട്ടൺസ്, ഷേപ്സ്, ഇമേജസ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഇൻസേർട്ടിലാണ്. പിന്നെന്താ, റിപ്പോർട്ട് വ്യൂ. റിപ്പോർട്ട് വ്യൂ ആണ് എന്ത്, നമ്മളുടെ ഈ ഒരു നമ്മൾ ഈ ഗ്രാഫും ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് ഇരിക്കുന്നത് ഈ റിപ്പോർട്ട് വ്യൂവിലാണ്. ഇവിടെ കുറച്ച് ഐക്കൺസ് കണ്ടോ, അതിൽ ആദ്യത്തെയാണ് റിപ്പോർട്ട് വ്യൂ. നെക്സ്റ്റ് റിപ്പോർട്ട് ക്യാൻവാസ് വരുന്നുണ്ട്. അതിന്റെ താഴെ റിപ്പോർട്ട് പേജസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പേജ് മാത്രമായിരിക്കില്ല നമുക്കുള്ളത്, മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് പെയിൻസ് വരുന്നുണ്ട്. അതിൽ വരുന്നത് എന്താ, ഇത് ഡാറ്റയുടെ ഐക്കൺ ആണ്. നെക്സ്റ്റ് വരുന്നത് ഫോർമാറ്റ്, ബുക്ക് മാർക്ക്, സെലക്ഷൻ. അപ്പം ഇത്രയും ഐക്കൺസ് ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫിൽട്ടർ പെയിൻ വരുന്നുണ്ട്. അതിൽ പേജ് ലെവൽ, അതായത് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ഫിൽറ്റേഴ്സ്, മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് പേജ് ലെവൽ, റിപ്പോർട്ട് ലെവൽ, വിഷ്വൽ ലെവൽ, അങ്ങനെ കുറെ ഫിൽറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ബോക്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെന്താ, വ്യൂ ഓപ്ഷൻസ്, അതായത് നമുക്ക് സൂം ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിവിടെയാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു എന്താ റിപ്പോർട്ട് വ്യൂവില് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കാം. ഈ ഒരു സെയിം റിപ്പോർട്ട് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കണേന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 പേജസ് ആദ്യം ആഡ് ചെയ്യാം. ആഡിങ് റിപ്പോർട്ട് പേജസ് ആൻഡ് ഒബ്ജക്ട്സ്. അപ്പം 4 പേരില്, അതായത് ഡാഷ്ബോർഡ്, മാപ്പ്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽ, കസ്റ്റമർ ഡീറ്റെയിൽ എന്ന് പറയുന്ന 4 പേജ് കണ്ടോ. ഇവിടെ കണ്ടോ, റിപ്പോർട്ട് പേജസ് ആഡ് ചെയ്തത് താഴെയാണ് കണ്ടോ. 1, 2, 3, 4 അങ്ങനെ 4 പേജ് ആദ്യം ആഡ് ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ആ ഒരു പേജിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇതിലിപ്പോ എന്തൊക്കെ കാണാം, നമ്മളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്, പിന്നെ കാർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, പിന്നെന്താ ടേബിള്, വീണ്ടും ടെക്സ്റ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, KPI കാർഡ്സ്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന പേജിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന പേജ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അടുത്ത പേജസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാ ക്രിയേറ്റ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ താഴെ പേജ് 1 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ റീനെയിം ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഡാഷ്ബോർഡ് എന്ന് കൊടുക്കാൻ പോണേ. നെക്സ്റ്റ് പേജ് എന്താ, നെക്സ്റ്റ് പേജ് മാപ്പ് എന്ന് കൊടുക്കുക. വീണ്ടും 2 പേജ് ആഡ് ചെയ്യാം. അതിലെന്താ പിന്നെ വരുന്നത് കസ്റ്റമർ പ്രൊഡക്റ്റ് ഡീറ്റെയിലും കസ്റ്റമർ ഡീറ്റെയിലും. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കൊടുക്കുക. ഇവിടെ കസ്റ്റമർ ഡീറ്റെയിലും കൊടുക്കുക. ഓക്കെ, ഇനി ഡാഷ്ബോർഡ് എന്ന് പറയുന്ന പേജിലായിരിക്കും നമ്മൾ വിഷ്വലൈസേഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകും.